ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ മലയാളം 1 കേരള പാഠാവലിയിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓണം എക്സാമൊക്കെ വരികയാണ്. എല്ലാവരും എക്സാമിനൊക്കെ റെഡി ആയിട്ടുണ്ടാവും, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലാസ്സസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പനിനീർ പൂവ് എന്ന കവിതയിലെ ആശയം, ശബ്ദഭംഗി, പ്രയോഗഭംഗി, സാദൃശ്യപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുത്തി കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പനിനീർ പൂവ് നമുക്കറിയാം ഒന്നാമത്തെ പാഠഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ കുറച്ച് പോയിന്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആരാണത് എഴുതിയിട്ടുള്ളത് അവരെ കുറിച്ചിട്ടും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. മനുഷ്യ ജീവിതത്തിന് പൂക്കൾ നൽകുന്ന സൗന്ദര്യവും സന്തോഷവും മഹത്വവും അവതരിപ്പിക്കുന്ന മനോഹരമായ കവിതയാണ് പനിനീർ പൂവ്. പനിനീർ പൂവിൻ്റെ ചെറിയ ആയുസ്സിനെ പരിഹസിക്കുന്ന കവിയുടെ ചോദ്യത്തിന് പൂവ് മറുപടി പറയുന്നില്ല. പകരം തലയാട്ടിക്കൊണ്ട് തൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് പൂക്കളുടെ മഹത്വം മനസ്സിലാക്കിയ കവി അവയെ ദേവതകളോട് ഉപമിച്ച് ആദരിക്കുന്നു. പൂക്കൾ പാഴ്മണൽക്കാടിനെ നന്ദനമാക്കുകയും മനുഷ്യർക്ക് ആനന്ദം നൽകുകയും സുഗന്ധവും തേനും നൽകുകയും ചെയ്യുന്നു. പാടുന്ന വണ്ടുകളോടൊപ്പം കാറ്റിലാടുന്ന പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പൂക്കളെ അന്നപൂർണേശ്വരിമാർ, ദേവതകൾ എന്നിവയോട് സാദൃശ്യപ്പെടുത്തുന്നതും മനോഹരമാണ്. ലളിതവും സുന്ദരവുമായ ഭാഷയും മനോഹരമായ ശബ്ദഭംഗിയും കവിതയെ ഹൃദയസ്പർശിയാക്കുന്നു. പൂക്കളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അവയോട് കൂപ്പുകൈയോടെ നിൽക്കുന്ന കവിയുടെ മനോഭാവമാണ് കവിതയുടെ ഏറ്റവും വലിയ ആകർഷണം. അപ്പോൾ ആദ്യം തന്നെ കവി എന്താ ചെയ്തത്? പൂവിനെ വളരെ ഇതായിട്ട് അല്ലേ, വളരെ നീ എത്ര ചെറുതാണ്, നിൻ്റെ ജീവിതം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് പൂവിനെ ചെയ്തത്. പിന്നീടാണ് കവിക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതും ആ ഒരു പൂവിനെ എത്രത്തോളം മഹത്വമാണ്, അന്നപൂർണേശ്വരിയാണ്, അതുപോലെ തന്നെ ദേവതകളാണ് എന്നിവയൊക്കെ സാദൃശ്യപ്പെടുത്തുകയാണ് കവി ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നത് ആണ്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, വീടും പറമ്പും ഗോപൻ്റെ ഷെയറാ, അമ്മ അങ്ങനെ ആരോടും പ്രത്യേക ഷെയർ ഇല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണല്ലേ. ഇന്ന് എന്താണ്, ഒരുപാട് വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അത് മാത്രമല്ല, വീടുകളിൽ എന്താണ് വയസ്സായ അമ്മയും അച്ഛനും മാത്രമാകുന്ന അവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എത്രത്തോളം ഒരു എന്താ പറയുക റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണിതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എഴുതാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഉത്തരം എഴുതാം? സമകാലിക കേരളത്തിലെ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്ന മാറ്റങ്ങൾ എന്ന ഒരു വിഷയം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ്, വൃദ്ധസദനങ്ങൾ പണിതുയർത്തേണ്ടത് ആവശ്യകതയുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല രീതിയിലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വരാം. അപ്പോൾ സമകാലിക കേരളത്തിലെ കുടുംബജീവിതത്തിലും ജീവിത രീതികളിലും വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അണുകുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ജോലി, വിദ്യാഭ്യാസം, സാമ്പത്തിക സാഹചര്യം തുടങ്ങിയ കാരണങ്ങളാൽ മക്കൾ പലരും സ്വന്തം നാട് വിട്ട് നഗരങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നു. ഇതോടെ വയോധികരായ മാതാപിതാക്കൾ പലപ്പോഴും ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വരുന്നു. നാടകത്തിലെ അമ്മയുടെ ജീവിതം ഈ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. മക്കൾക്ക് അമ്മയെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടാണ് അമ്മയെ ശരണാലയത്തിലേക്ക് മാറ്റാൻ അവർ ആലോചിക്കുന്നത്. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ എന്ന അംബികയുടെ വാക്കുകൾ ഇന്നത്തെ കുടുംബ ബന്ധങ്ങളിലെ സ്വാർത്ഥതയെയും സ്വത്തിനെ കുറിച്ചുള്ള ചിന്തകളെയും സൂചിപ്പിക്കുന്നു. വീടും പറമ്പും മക്കളുടെ അവകാശമായി മാത്രം കാണുന്ന അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ തന്നെ അന്യയാകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ജീവിതത്തിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന് ചിലപ്പോൾ കുറവ് സംഭവിക്കുന്നു. വയോധികർക്കായി ശരണാലയങ്ങളും വയോജന കേന്ദ്രങ്ങളും രൂപപ്പെടുന്നത് ഈ മാറ്റത്തിൻ്റെ ഭാഗമാണ്. അവിടെ താമസം, ചികിത്സ, ഭക്ഷണം, വിനോദം, വ്യായാമം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും സ്വന്തം വീടും മക്കളും കൊച്ചുമക്കളും നൽകുന്ന സ്നേഹത്തിനും സുരക്ഷിതത്വത്തിനും അതിന് പകരമാവില്ല. അതേസമയം ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികർക്ക് സംരക്ഷണവും കൂട്ടായ്മയും ലഭിക്കുന്നതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രസക്തിയുമുണ്ട്. ഇനി
മാത്രമല്ല സ്ത്രീകളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. വിദ്യാഭ്യാസവും ജോലിയും തൊഴിൽ അവസരങ്ങളും വർദ്ധിച്ചതോടെ സ്ത്രീകൾ കുടുംബത്തിനകത്തും പുറത്തും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. യുവതലമുറയുടെ ജീവിത രീതിയിൽ സാങ്കേതിക വിദ്യക്കും വലിയ സ്വാധീനമുണ്ട്. മൊബൈൽ ഫോണ്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവയിലൂടെ അകലെയുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളും ആത്മബന്ധങ്ങളും കുറയുന്ന സാഹചര്യവും കാണാം. അതുകൊണ്ട് കുടുംബഘടനയിലും ജീവിത രീതിയിലും വരുന്ന മാറ്റങ്ങളെ പൂർണ്ണമായും തെറ്റായി കാണേണ്ടതില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്നാൽ സ്നേഹം, കരുതൽ, പരസ്പര ബഹുമാനം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നഷ്ടപ്പെടരുത്. വയോധികരെ ഭാരമായി കാണാതെ അവരുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി സംരക്ഷിക്കേണ്ടത് ഓരോ കുടുംബാംഗത്തിൻ്റെയും കടമയാണ്. ആധുനിക ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ സ്വീകരിക്കുമ്പോഴും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും മാനവികതയും കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശമാണ് ഈ തിരക്കഥ നമുക്ക് നൽകുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു വയോജന കേന്ദ്രങ്ങളും മറ്റുമൊന്നും വേണ്ട എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾക്ക് ഇതിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തൊരു മൂന്നാമത്തെ ചോദ്യം, എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി. ഈ വാക്യം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ താളുകൾക്കിടയിൽ മയിൽപീലി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. മണികണ്ഠൻ്റെ ആ ഒരു പാഠഭാഗം നമുക്കറിയാം, നീലകണ്ഠൻ്റെ പാഠഭാഗം നമുക്കറിയാം. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി എന്ന വാക്യം അനുതാരയുടെയും നീലകണ്ഠൻ്റെയും ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ദീർഘകാലമായി അസുഖബാധിതയായിരുന്ന അനുതാരയ്ക്ക് ബാല്യകാലത്തിലെ സന്തോഷങ്ങളും കളികളും കൂട്ടുകാരുമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇടയ്ക്കിടെ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നതിനാൽ ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി പൊരുത്തപ്പെടാനും കൂട്ടുകാരോടൊപ്പം ചേരാനും അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. അത്തരം വേദനകൾക്കിടയിൽ നീലകണ്ഠൻ്റെ സ്നേഹവും കരുതലും അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അനുതാരയുടെ കണ്ണുകളെ മയിൽപീലി കണ്ണുകളോട് ഉപമിച്ചുകൊണ്ട് നീലകണ്ഠൻ അവളുടെ സൗന്ദര്യത്തെ മാത്രമല്ല അവളുടെ മനസ്സിനെയും വിലമതിക്കുകയായിരുന്നു. തൻ്റെ വാക്കുകളിലൂടെ അവളുടെ വിഷമങ്ങൾ മറക്കാനും സന്തോഷിക്കാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും അവൻ സഹായിക്കുന്നു. മയിൽപീലി കണ്ണുകൾ എന്ന പ്രയോഗം മനോഹരമായ ഒരു സാദൃശ്യമാണ്. മയിൽപീലിയുടെ ഭംഗിയും നിറവൈവിധ്യവും അനുതാരയുടെ വിടർന്ന കണ്ണുകളുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ വാക്യത്തിന് കാവ്യാത്മകമായ ഭംഗി ലഭിക്കുന്നു. അസുഖവും വേദനകളും നിറഞ്ഞ അനുതാരയുടെ ജീവിതത്തിൽ നീലകണ്ഠൻ്റെ സ്നേഹം ഒരു മയിൽപീലി പോലെ മനോഹരമായ ഓർമ്മയായി മാറുന്നു. സ്വന്തം വിഷമങ്ങൾ മറന്ന് അനുതാരയെ സന്തോഷിപ്പിക്കുന്ന നീലകണ്ഠൻ്റെ മനസ്സിലെ നന്മയും കരുണയും ഈ വാക്യത്തിലൂടെ പ്രകടമാകുന്നു. ശാരീരികമായ വേദനകളേക്കാൾ ശക്തമാണ് സ്നേഹവും സൗഹൃദവും നൽകുന്ന മാനസിക ആശ്വാസം എന്ന ആശയമാണ് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അനുതാരയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത സൗഹൃദത്തിൻ്റെ പ്രതീകമായി ഈ വാക്യത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ചോദ്യം ഇങ്ങനെയും നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അനുതാരയുടെ അല്ലെങ്കിൽ നീലകണ്ഠൻ്റെ ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടി പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നീലകണ്ഠൻ്റെ സ്വഭാവം അനുതാരക്ക് ഒരു ആശ്വാസമായിരുന്നോ, എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ എന്ന് ചോദിച്ചിട്ടും ചോദ്യം വരാം. അപ്പോൾ പല രീതിയിൽ വരാം. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ ചോദ്യം, തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിൽ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, സ്വഭാവം, നിലപാട്, കഥയിലെ സ്ഥാനം, മറ്റു കഥാപാത്രങ്ങളോടുള്ള ഇടപെടൽ എന്നിവ ഉൾപ്പെടുത്തിയ ഒരു കഥാപാത്ര നിരൂപണം. ഒരു കഥാപാത്ര നിരൂപണം എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ആരെക്കുറിച്ചും വരാം. എന്തായാലും എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് മനസ്സിലാക്കുക. തിരക്കഥയിലെ ഏറ്റവും കരുത്തുറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമാണ് അമ്മ. സ്നേഹവും ആത്മാഭിമാനവും നിശ്ചയദാർഢ്യവും നിറഞ്ഞ വ്യക്തിത്വമാണ് അമ്മയുടേത്. ജീവിതത്തിൽ ഒറ്റപ്പെടലും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ തളർന്നു നിൽക്കാതെ ശക്തമായ മനസ്സാണ് അമ്മയ്ക്കുള്ളത്. വീടും പറമ്പും മൃഗങ്ങളും കുടുംബാംഗങ്ങളുമെല്ലാം സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗങ്ങളായി കണ്ട് സ്നേഹിക്കുന്ന ഒരു ഗ്രാമീണ അമ്മയുടെ രൂപം കഥാപാത്രത്തിൽ കാണാം. അമ്മയുടെ സ്വഭാവത്തിലെ പ്രധാന സവിശേഷത സ്നേഹവും കരുതലുമാണ്. പശുവിനും ആടിനും വെള്ളം കൊടുക്കുന്നതിനും അവയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വവും അമ്മിണിയെ ഏൽപ്പിക്കുന്നതിലും ഈ കരുതൽ പ്രകടമാണ്. മക്കളോടും കൊച്ചുമക്കളോടും അമ്മയ്ക്ക് വലിയ സ്നേഹമാണ്. യാത്ര പറയുമ്പോൾ ഋതുവിൻ്റെ വാക്കു നൽകുന്നതും അവളെ ചേർത്ത് നിർത്തുന്നതും ഉമ്മ നൽകുന്നതും അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ ആശയം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ സ്നേഹത്തിനൊപ്പം ആത്മാഭിമാനവും സ്വാതന്ത്ര്യബോധവും അമ്മ കാത്തു സൂക്ഷിക്കുന്നു. മക്കൾ തന്നെ ശരണാലയത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അമ്മ അതിനെ എതിർത്തു.
എതിർത്ത് വലിയ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല. മറിച്ച് സാഹചര്യത്തെ മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ തനിക്കും അവകാശമുണ്ടെന്ന നിലപാടാണ് അമ്മ സ്വീകരിക്കുന്നത്. വീടും പറമ്പും ഗോപന്റെ ഷെയറാ, അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ എന്ന അംബികയുടെ വാക്കുകൾ അമ്മയെ ഏറെ വേദനിപ്പിക്കുന്നു. അമ്മയെ ഒരു സ്വത്തുപോലെ കാണുന്ന മനോഭാവത്തോടുള്ള ശക്തമായ പ്രതിഷേധമാണ് അവളുടെ നിലപാടിൽ കാണുന്നത്. ഇനി അമ്മയുടെ മനോനില വളരെ സങ്കീർണമാണ്. മക്കളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ വേദനയും കൊച്ചുമക്കളെ വിട്ടുപോകുന്നതിൽ ദുഃഖവും ഉള്ളിലുണ്ടെങ്കിലും പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാതെ പ്രസന്നതയോടെ പെരുമാറുന്നു. യാത്രയാകുമ്പോൾ അമ്മ കരയാതിരിക്കാൻ ശ്രമിക്കുന്നതും അവസാനമായി എല്ലാവരോടും യാത്ര പറയുന്നതും അവളുടെ മനസ്സിലെ വേദന വ്യക്തമാക്കുന്നു. അതേസമയം എന്നെ കാണാനായി അങ്ങോട്ട് വരരുത് എന്ന വാക്കിലൂടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന മുറിവും നിരാശയും പ്രകടമാകുന്നു. ഇനി കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ. കുടുംബ ബന്ധങ്ങളിലെ മാറ്റങ്ങളും വയോജനങ്ങളുടെ ഒറ്റപ്പെടലും സ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങളും ആധുനിക ജീവിത രീതിയിലെ മാറ്റങ്ങളും അമ്മയിലൂടെ തിരക്കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ട്. മക്കളായ ഗോപിനോടും നാരായണൻകുട്ടിയോടും അംബികയോടും കൊച്ചുമക്കളോടുമുള്ള അമ്മയുടെ ഇടപെടലുകളിലൂടെ കുടുംബ ബന്ധങ്ങളുടെ വിവിധ തലങ്ങൾ വ്യക്തമാക്കുന്നു. മക്കളോട് സ്നേഹമുണ്ടെങ്കിലും അവരുടെ തീരുമാനങ്ങളെ നിശബ്ദമായി സ്വീകരിക്കുന്നതിനിടയിലും തൻ്റെ ആത്മാഭിമാനം ഉപേക്ഷിക്കാത്ത വ്യക്തിയാണ് അമ്മ. അതിനാൽ സ്നേഹമുള്ള അമ്മയും ആത്മാഭിമാനമുള്ള വ്യക്തിയും ജീവിതത്തെ ധൈര്യത്തോടെ നേരിടുന്ന സ്ത്രീയാണ് ഈ കഥാപാത്രം. കുടുംബത്തിൽ വയോധികരുടെ സ്ഥാനത്തെക്കുറിച്ചും അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കഥയിലെ ഏറ്റവും കരുത്തുറ്റവും ഹൃദയസ്പർശിയുമായ കഥാപാത്രമായി അമ്മ നിലകൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അമ്മയുടെ ചിന്തകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അമ്മ എങ്ങനെയൊക്കെയാണ് ഇതിനെ കണ്ടത്, ഇവരുടെ ആ ഒരു അമ്മ ആരുടെയും ഷെയറിലല്ലോ എന്ന് പറയുന്നതിന് അമ്മ എങ്ങനെയാണ് നേരിട്ടത് എന്നതൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.